ഒരു 22 ഇയേഴ്സ് ഓഫ് ജേണിയാണ് ഇപ്പം പോപ്പീസിൻ്റെ. സോ 2003 ഇപ്പോൾ ഒരു ബിസിനസ് ജേർണലിസ്റ്റ് എന്നുള്ള ജോബ് എന്നൊക്കെ പറയുന്ന സോക്കോൾട്ട് ഒരു ഗ്ലാമറസ് ജോബാണ്. സോ അതൊക്കെ വിട്ടിട്ട് സ്വന്തമായി ഒരു ബേബി ക്ലോത്തിങ് ലൈനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒബ്വിയസ്ലി എൻകറേജ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ഡിസ്കറേജ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. സോ ആ സമയത്തൊക്കെ സാറിനെ പുഷ് ചെയ്തതോ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ഒക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്ന ഒരു അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും ഒരു മേ ബി ഒരു ടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാറിന്? അതിനകത്ത് അതൊരു ചലഞ്ചാണ് ശരിക്കും, സത്യം പറഞ്ഞൊരു ചലഞ്ച്. അതായത് ഞാൻ ഈ കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്രൊജക്ടർ ഒക്കെ ഉണ്ടാക്കി ഞാനിതിനകത്ത് ഞാൻ സ്വരൂപിച്ച കുറച്ച് പണമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ, അതായത് ഫസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ ആയിട്ട് വന്ന് ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എനിക്ക് സഫീഷ്യൻ്റ് അല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഈ എന്താ പറയുക ഒരു ലോണിന് വേണ്ടിയിട്ടൊരു ബാങ്കിനെ സമീപിക്കുക. അപ്പം ചെല്ലുന്ന സമയത്ത് ഞാൻ കുട്ടികളുടെ ഇഷ്ടം കൊണ്ട് കുട്ടികളുടെ ഉടുപ്പിന് ക്വാളിറ്റി ഇല്ല. അപ്പം ഞാൻ എന്താ പറയുക ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ബേബി ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവിടുന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കുട്ടികൾക്ക് വളരെ മോശം സാഹചര്യം, എസ്പെഷ്യലി നമ്മുടെ മാർക്കറ്റിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഏറ്റവും മോശം സാഹചര്യത്തിലാണ് വരുന്നത്. അതിനകത്തൊരു ക്വാളിറ്റി ഇല്ല, സൾഫർ പോലുള്ള ഉപയോഗിക്കുന്നു. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ കുറച്ചും കൂടി എന്താ പറയുക നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അതിനൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ബാങ്കിൽ ചെല്ലുന്നത്. ഈ ബാങ്കിലെ ഓഫീസർ എന്നോട് പറയുകയാണ്, അന്നത്തെ സമയത്ത് കറി പൗഡർ ബ്രാൻഡ് ഒക്കെ ഭയങ്കര ഡെവലപ്പ് ചെയ്യാറ് 2000-ലാണ് ശരിക്കും. 2001-2002 ഈസ്റ്റേണും അതുപോലെ ഇപ്പം എൻ്റെ തൊട്ടടുത്തുള്ള മഞ്ചേരിയിലൊരു സൂപ്പർ നോവ എന്നുള്ള കറി പൗഡറൊക്കെ സക്സസ് ആയി വരുന്ന സമയം. അപ്പം അദ്ദേഹം എന്നെ അഡ്വൈസ് ചെയ്യുന്നത്, ഷാജു ഈ കറി പൗഡർ എന്ന് പറഞ്ഞാൽ എന്നും ആവശ്യമുള്ളതാണ്, എന്നും ഉപയോഗിക്കാൻ പറ്റും, എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉടുപ്പൊന്നും എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നില്ലോ. അപ്പം ഇതൊന്ന് മാറ്റിയിട്ട് ഷാജു അതാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ അത് സാങ്ഷൻ ആക്കാൻ പറ്റും.